ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما പ്രിയമുള്ള വിശ്വാസികളെ, ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചും പാലിച്ചും തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് അതിന്റെ പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കുവാനും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കി ലോകത്തോട് ഇവിടെ പറയുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ഫുർഖാനിലെ ഏറ്റവും അവസാനത്തെ വചനമാണ് ആമുഖമായി ഞാൻ ഓതി കേൾപ്പിച്ചത്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായ സൗഖ്യം ലഭിക്കണമെങ്കിൽ നമുക്കൊരു സുരക്ഷിതത്വമുള്ള ജീവിത സാഹചര്യം ഉണ്ടാകണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സുരക്ഷിതത്വം ഉണ്ടായാൽ മാത്രം പോരാ, നമ്മൾ സുരക്ഷിതരാണ് എന്ന ബോധ്യവും നമുക്കുണ്ടാകണം. ഇനി സുരക്ഷിതത്വം ഇല്ലാത്ത സാഹചര്യത്തിലാണ് നമുക്ക് ബോധ്യമുണ്ട് താനൊരു സുരക്ഷിതമായ സ്ഥലത്താണ്, സുരക്ഷിതമായ ഒരു അവസ്ഥയിലാണ് എന്ന ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ സമാധാനം സ്വസ്ഥത ഉണ്ടാകുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ മുമ്പ് കോവിഡ് സമയത്തൊക്കെ ആളുകൾ ആകെ മാനസികമായി തളർന്ന് പരിഭ്രാന്തരായി പാനിക്കായി നടന്ന സമയത്തൊക്കെയും വാക്സിൻ സംവിധാനം ഇറങ്ങിയപ്പോൾ ആളുകൾക്ക് പലപ്പോഴും ഒരു വാക്സിൻ എടുത്ത ആളുകൾക്ക് പല മാനസികമായി ധൈര്യം കൈവരിച്ചു എന്നാണ് റിപ്പോർട്ട്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവർക്കൊരു ധൈര്യം വന്നു, ഇനി തനിക്ക് രോഗം വരില്ല, വാക്സിൻ എടുത്തിട്ടുണ്ടല്ലോ എന്ന ഒരു സുരക്ഷിതത്വം അയാൾക്ക് ഫീൽ ചെയ്യാം. ഇനി അത് പച്ചവെള്ളം ആണെങ്കിൽ പോലും അവർക്ക് സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു സുരക്ഷിതത്വം ഉണ്ടെന്ന് തോന്നിയാൽ കഴിഞ്ഞാൽ ജീവിതത്തിൽ സമാധാനം സ്വസ്ഥത ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരു സുരക്ഷാ വലയത്തിന്റെ ഉള്ളിൽ ജീവിക്കേണ്ടവരാണ് എന്നുള്ളതാണ്. ഏതാണ് സുരക്ഷിതമായ കേന്ദ്രം? അതിന് ഇസ്ലാം പഠിപ്പിച്ച ഹിസ്നുൽ മുസ്ലിം എന്നാണ്, മുസ്ലിമിന്റെ രക്ഷാ കവചം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ
ഒരു ദൈവീകമായ സുരക്ഷിതത്വവും സംരക്ഷണവും അയാളിൽ ഉണ്ട് എന്ന് അയാൾക്ക് അനുഭവപ്പെട്ടുകൂടി ജീവിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെ പറയാൻ നടത്തുന്നത്. ഇത് ഭൗതികമായ നിലയിലല്ല, നേരെ നമുക്ക് ആത്മീയമായ ഒരു സുരക്ഷിതം വിശ്വാസികൾക്ക് ലഭിക്കുമെന്നുള്ളൊരു വസ്തുതയാണെന്നും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. നമുക്ക് അങ്ങനെ സുരക്ഷിതത്വം ഫീൽ ചെയ്യണത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ടാണ്. അപ്പൊ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ച് എല്ലാം ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ളിലുള്ള ഒരു സമാധാനവും സ്വസ്ഥത എന്താണെന്നറിയോ? ഞാൻ അള്ളാഹുവിന്റെ എല്ലാ രക്ഷയും തേടി കാവലും ചോദിച്ച് ഇറങ്ങിയ ഒരാളാണ്. ആ നിലയ്ക്ക് എനിക്ക് അള്ളാഹുവിന്റെ ഒരു സുരക്ഷിതത്വം സംരക്ഷണം കിട്ടുമെന്ന വിശ്വാസത്തോടെ ഇറങ്ങേണ്ടത്. അങ്ങനെയാണ് ഇറങ്ങേണ്ടത്. ഇപ്പൊ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ആത്യന്തികമായി മനസ്സിൽ അത് ബോധ്യപ്പെട്ട് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കിട്ടുന്ന ഒരു ആത്മീയമായ ഒരു സുരക്ഷിതത്വ ബോധ്യം ഉണ്ടല്ലോ, ആ ബോധ്യം നമ്മുടെ പ്രാർത്ഥനകൾക്ക് നൽകുമെന്നുള്ളതാണ് ഒരു വസ്തുത. ഒന്നതാണ്. അപ്പൊ നമ്മുടെ ദിക്റുകളും ദുആകളും പ്രാർത്ഥനയൊക്കെയും കൃത്യമായ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ജീവിത സാഹചര്യം ലഭിക്കുമെന്നുള്ളതാണ്. മറ്റൊന്ന്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചെറുതോ വലുതമായ പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴൊക്കെ നമ്മൾ അന്ന് ആലോചിച്ചാൽ ഈ ദുരിതങ്ങളൊന്നും തനിക്ക് വരരുതേ എന്ന് എപ്പോഴെങ്കിലും അല്ലാഹുവോട് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നോ എന്നാണ് ചിന്തിക്കാൻ. അല്ല, ഇത്ര പ്രയാസങ്ങളിൽ നിന്നൊക്കെ എന്നെ മോചിപ്പിക്കണമെന്നാണ് നമ്മൾ അങ്ങനെ ചോദിച്ചിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ പലതും നമ്മൾ ചോദിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുത. എന്ന് പറയാൻ കാവൽ ചോദിക്കണമായിരുന്നു. അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകേണ്ട ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് ലഭിക്കാതെ പോയവയും ഒരുപാട് ഉണ്ടെന്നുള്ളതാണ്. ഈ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ നിരന്തരമായി ദിനേന അള്ളാഹുവിനോട് നിരന്തരമായി കാവൽ ചോദിക്കുന്ന, രക്ഷ തേടേണ്ട, അതിൽ പെട്ടുപോകരുത്, അത് തനിക്ക് വന്ന് ഭവിക്കരുത് എന്ന് നിരന്തരമായി ചോദിക്കേണ്ട ചില സംഗതിയുണ്ട്. അള്ളാഹുവെ എന്നെ അത്തരത്തിൽ പെടുത്തല്ലേ എന്ന്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബത്ത് പറയാണ്, ഇങ്ങനെ ഖുർആൻ ഓതുകയോ നമസ്കരിക്കുകയോ ചെയ്യുമ്പോൾ ഫമാ മർറത്തു ആയത്ത് റഹ്മത്തിൽ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചും സ്വർഗത്തെ കുറിച്ചുമുള്ള ആയത്തുകൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചകനെ ഓത്ത് നിർത്തിയിട്ട് അല്ലാഹുമ്മ ഇജ്അൽനി ഫീഹിം, അള്ളാഹുവെ ആ സ്വർഗാവകാശികളെ എന്നെ ഉൾപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുക. കാരുണ്യത്തെ കുറിച്ച് പറയുമ്പോൾ ആ കാരുണ്യത്തെ കുറിച്ച് നബി ചോദിക്കും എന്നാണ്. നീ നരകത്തെ കുറിച്ചും ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ ഇല്ലാ തഅവ്വദ മിൻഹ, ആ നരകത്തിൽ നിന്നും ആ നരക ശിക്ഷയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ചു, പഠിച്ചവനെ എന്നെ അതിൽ പെടുത്തല്ലേ എന്ന്. ഇത് നമ്മുടെ ജീവിതം നമ്മൾ നിരന്തര നടത്തേണ്ട സംഗതിയാണ്. നോക്കൂ, അങ്ങനെ പ്രവാചകൻ വളരെ നിരന്തരമായി ദിനേന സഹാബത്തും പഠിപ്പിക്കപ്പെട്ട ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിന് ഒരു സുരക്ഷിതത്വം കിട്ടുന്നതായി പറയാൻ അർത്ഥം. ഒന്ന്, പ്രവാചകൻ കാവൽ ചോദിച്ച സംഗതി പല ഹദീസിൽ വന്ന ഒരു ഹദീസാണ്. അല്ലാഹുവേ യാതൊരുവിധ പ്രയോജനമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്ന. അപ്പൊ എങ്ങനെ യാതൊരുവിധ ഉപകാരം, ഏതെങ്കിലും ഒരു അറിവ് നമുക്ക് കിട്ടി അതിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവൂലോ. എന്നാൽ അങ്ങനെയല്ല. ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞു, അത് മനസ്സിലാക്കി, ഇന്നതാണ് വസ്തുത എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് കിട്ടൂല. ഇപ്പൊ ഒരാൾ സത്യം മാത്രമേ പറയാവൂ എന്ന് ഒരാൾക്കൊരു അറിവ് കിട്ടി വിചാരിച്ചോ, ആ അറിവ് കിട്ടിയ അയാൾക്ക് പിന്നെ എന്താ പ്രയോജനം ഉണ്ടാവുക? ആ അറിവനുസരിച്ച് ജീവിതം ക്രമീകരിക്കപ്പെടുകയാണെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് ഉപകാരം നടത്താം. അപ്പൊ നമുക്ക് അറിവ് കിട്ടാത്തതുകൊണ്ട്, വിവരം കിട്ടാത്തതുകൊണ്ടൊന്നും അല്ല സംഗതി, അതൊന്നും ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ള തൗഫീഖ് കിട്ടില്ല പലപ്പോഴായിട്ട് നടത്തും. അപ്പൊ നബി പറയാണ്, പഠിച്ചവനെ അറിഞ്ഞിട്ടും ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത വിജ്ഞാനങ്ങളെ കുറിച്ചും അറിവിനെ കുറിച്ചും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പരമാവധി പുലർത്താനുള്ള തൗഫീഖ് നൽകുന്നതിന് അതിന്റെ അർത്ഥം. രണ്ടാമത്, ഒമിൻ ഖൽബിൻ ലാ യഖ്ശ, ഭയപ്പെടാത്ത, നിന്നെ കുറിച്ച് ഭയമില്ലാത്ത ഹൃദയത്തിൽ നിന്നും. അത് വലിയ സംഗതിയാണ്. മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ, നോക്കൂ, അള്ളാനെ പേടിയില്ലാത്ത ഒരു ഹൃദയമാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ
പിന്നെ എന്ത് ഗുണമാണ് ആ ഹൃദയത്തിലേക്ക് പിന്നെ എന്താ കിടക്കാൻ? അള്ളാഹുവിന് വചനങ്ങൾ കേട്ട്, പ്രവാചകന്റെ വചനങ്ങൾ കേട്ടിട്ട് ഒരു അനക്കവും കുലുക്കവും ഇല്ലാത്ത ഹൃദയങ്ങൾ താങ്ങിയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പിന്നെ ഏത് ഭൗതിക സംവിധാനങ്ങൾക്ക് ആ മനുഷ്യന്റെ ഹൃദയത്തെ വിമലീകരിക്കാൻ കഴിയും? അപ്പോൾ നബി പറയാ, പഠിച്ചവനെ ഒരു ഉപദേശം കേട്ടിട്ടും ഒരു നിർദ്ദേശം കേട്ടിട്ടും ഖുർആൻ ഓതിയിട്ടൊന്നും ഒരു അനക്കമില്ലാത്ത, ചലനമില്ലാത്ത, പരിവർത്തനമില്ലാത്ത കടുത്തുപോയ ഒരു ഹൃദയം എന്റെ ഹൃദയമാക്കല്ലേ എന്ന് നബി ചോദിച്ചിരുന്നു. ആഗ്രഹങ്ങളും കൊതികളും തീരാത്ത ശരീരം. നമ്മുടെ ശരീരത്തിനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹങ്ങളുള്ളത്. നമ്മളൊക്കെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളുടെ പിന്നാലെയാണ്, നിയന്ത്രിച്ച കിട്ടൂല എന്നൊന്ന്. എത്ര അത് രണ്ട് വിശദീകരണം. ഒന്ന്, എത്ര കഴിച്ചിട്ട് മതി വരാത്ത വയറാണ് എന്ന് വിശദീകരിച്ചവരുണ്ട്. അതൊക്കെ അതിൽ പെടും. അപ്പൊ തീരാത്ത, മരിച്ചാലും ആരോ പറഞ്ഞതുപോലെ നമ്മൾ മരിച്ചാലും നമ്മുടെ ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടാ പോണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തീരാത്ത ആയുസിനേക്കാളും കൂടുതൽ ആഗ്രഹങ്ങളുമായി എത്ര കിട്ടിയാലും മതി വരാത്തത്. അങ്ങനത്തെ ഒരു ശരീരത്തിൽ ഞാൻ നിന്നോട് ചോദിക്കും, രക്ഷതയോടുന്നു. ഓമിൻ അമലിൻ ലാ യുഫ, അള്ളാഹുവെ നിന്നിലേക്ക് ഉയർത്തപ്പെടാത്ത അമലിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്ന. ഒരുപാട് ചെയ്തു കൂട്ടി ആയുസ് മൊത്തം, പക്ഷെ ആ അമലൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ എത്തിയിട്ടില്ല. അങ്ങനെ ഒരു അമൽ ചെയ്തിട്ട് എന്താ കാര്യം? ഒരു ഉപകാരമില്ലല്ലോ. അവസാനത്തെ ഓമിൻ ദുആഇൻ ലാ യുസ്തജാബു ലഹ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നതാണ്. നോക്കി, ഈ പറഞ്ഞ ഉത്തരം കിട്ടാത്ത എത്ര ദുആ ചെയ്തിട്ടും അതിന് ഒരു റിപ്ലൈ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കിട്ടുന്നില്ല. നോക്കി, ഈ പറഞ്ഞ കാര്യം, ഏതെങ്കിലും ഒരു കാര്യം അതെനിക്ക് വേണ്ട എന്ന് പറയാൻ പറ്റുന്നുണ്ടോ നമുക്ക്? നമ്മൾ നിരന്തരം അള്ളാഹുവേ എന്നെ എന്റെ അങ്ങനെ ആക്കല്ലേ, എന്നെ അതിൽ പെടുത്തല്ലേ എന്ന് നിരന്തരമായി കാവൽ ചോദിക്കേണ്ട രക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി ചോദിക്കുന്നു. സഹാബത്ത് പറഞ്ഞ വിഷയത് ഒന്നതാണ്. മറ്റൊരു ഹദീസ് വന്നത്, അള്ളാഹുവെ നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ കേൾക്കും എന്ന് പറഞ്ഞ നീങ്ങി പോകല്ലേ നാദാ എന്നർത്ഥം. തൊട്ട് നീ എനിക്ക് നൽകിയ ജീവിതത്തിലെ സൗഖ്യങ്ങൾ മാറിപ്പോകുക. അത് രണ്ട് പദങ്ങളാണ്. ഒന്ന്, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവാൻ. ആ പണ്ഡിതന്മാരെ വിശദീകരിക്കുകയാണ്, നമുക്ക് അല്ലാഹ് നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോയാൽ പിന്നെ പകരം ശൂന്യതയായിരിക്കുന്നത്. പകരം എന്ത് വരുമെന്ന് നമുക്കറിയാൻ കഴിയില്ല എന്നാണ്. നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം അത് അല്ലാഹ് തിരിച്ചെടുത്തു വിചാരിച്ചാൽ ഒരു കാര്യം തിരിച്ചറിയാം, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ തരാനെടുത്ത സമയം വേണ്ട തിരിച്ചു പിടിക്കാനായിട്ടാണ്. അത് തിരിച്ചറിയണം. ഇത് തരാനെടുത്ത സമയം ഉണ്ടല്ലോ, അത്ര സമയം വേണ്ട അള്ളാഹു തിരിച്ചു പിടിക്കാൻ എന്ന ബോധ്യം വേണം. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? അള്ളാഹു ഉള്ള അനുഗ്രഹങ്ങൾ അത് നീങ്ങിപ്പോകാതെ നിലനിർത്തി തരണം എന്ന് നബി കാവൽ ചോദിച്ചു. ശാരീരികമായി സൗഖ്യം ഉണ്ടല്ലോ, പറയത്തക്ക രോഗങ്ങളൊന്നുമില്ല, അത് മാറരുത്. അത് മാറിക്കഴിഞ്ഞാൽ പകരം എന്താ വരാം? രോഗം വരാം. അതാണ് സൗഖ്യം മാറിയാൽ പിന്നെ ദുരിതങ്ങൾ വരുന്ന. അപ്പൊ ഇത് മാറിക്കഴിഞ്ഞാൽ പകരം അല്ല മറ്റൊന്ന് തരുന്ന. അത് ഏതായിരിക്കും? താങ്ങാൻ കഴിയാത്ത ദുരിതങ്ങളായിരിക്കും. അതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. പെട്ടെന്നുള്ള നിന്റെ പിടുത്തം, നിന്റെ കടുത്ത കോപത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുക. പെട്ടെന്ന് അല്ല നമ്മൾ പിടിക്കാൻ, സാവകാശം തരില്ല എന്നർത്ഥം. നമുക്കൊന്ന് ചിന്തിക്കാൻ ചിലപ്പോൾ ഉണർത്തല് പോലും ഉണ്ടാവില്ല. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴായിട്ടും പല സൂചനകളും അല്ല നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തെന്നോ, ഈ പോക്ക് പോയാൽ പോരാ, ഇങ്ങനെയൊന്നും പോയാൽ പോരാ, തിരുത്തേണ്ടതുണ്ട്, റൂട്ട് മാറേണ്ടതുണ്ട്, തിരിഞ്ഞു നോക്കണം, മാറി നടക്കണം എന്നൊക്കെ പലപ്പോഴായി പല സൂചനകളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് സൂചകങ്ങളാണ്, തിരിച്ചറിയാൻ പോലും നമ്മൾ സമയം കണ്ടെത്തിയില്ല. അങ്ങനെ വരുമ്പോൾ ഒറ്റ പിടുത്തായിരിക്കും. ആ പിടുത്തത്തിൽ നമുക്ക് പിന്നെ കരകയറാൻ കഴിയാത്ത പിടുത്തായിരിക്കും. അങ്ങനെ പെട്ടെന്നുള്ള പിടുത്തത്തിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ശക്തിക്കാം, നിന്റെ പക്കൽ ഉണ്ടാകുന്ന കോപത്തിൽ നിന്നും. ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും ഈ തരുന്നതിൽ നിന്നും നമ്മൾ അള്ളാഹിനോട് ചോദിക്കണ്ടേ? നോക്കൂ, നമുക്ക് കിട്ടിയത് പലതും നഷ്ടപ്പെടാൻ കാരണം അള്ളാഹുവെ എനിക്ക് അങ്ങനെ സാഹചര്യം വരല്ലേ എന്ന് ചോദിച്ചിരുന്നോ? ചോദിക്കണ്ടേ നമ്മള്? നമുക്ക് അടുത്ത് നോക്ക്. അള്ളാഹുവെ മാനസിക സംഘർഷത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുക. ഇന്ന് ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം മാനസിക സംഘർഷങ്ങളാ. ടെൻഷൻ, ഡിപ്രഷൻ. ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കണം.
ഈ മാനസിക സംഘർഷം വലിയ വിഷയമാണ് കേട്ടോ. ഈ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആഴക്കടലിൽ നിന്ന് മത്സ്യത്തിന്റെ വയറിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി കൊണ്ടുവന്നല്ലോ. അപ്പൊ എവിടുന്നാ രക്ഷപ്പെടുത്തിയത്? ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നോ, വനജ്ജൈനാഹു മിനൽ ഗമ്മി, ഞാൻ കടലിൽ നിന്നോ മത്സ്യത്തിന്റെ വയറിൽ നിന്നോ അല്ല രക്ഷപ്പെടുത്തിയത്, അദ്ദേഹം അനുഭവിച്ച മാനസിക സംഘർഷത്തിൽ ഞാൻ രക്ഷപ്പെടുത്തിയതാണ്. അപ്പൊ യൂനുസ് നബി കടലിന്റെ ഉള്ളിലായിപ്പെട്ടതോ അതല്ല, അപ്പോൾ അയാൾ അനുഭവിച്ചൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അതാണ്. ഇപ്പൊ നമ്മൾ എത്ര സുരക്ഷിതമായ സൗകര്യമുള്ള AC റൂമിൽ കിടന്നാലും മനസ്സ് അസ്വസ്ഥമാണെന്ന് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇനി നടു റോട്ടിലാണെന്ന് വിചാരിക്കാം, ഒരു കടത്തിണ്ണമ കിടക്കുന്ന മനുഷ്യൻ സുഖമായി കിടന്നുറങ്ങും. കാരണം അവന്റെ മനസ്സിൽ അസ്വസ്ഥതകളില്ല, ഒരു പ്രയാസമില്ല, ഒന്നും ചിന്തിക്കാനില്ല, മനസ്സ് ഫ്രീ ആണ്. അങ്ങനെ മനസ്സിന്റെ സംഘർഷ അസ്വസ്ഥതകളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഇത് നബി പറഞ്ഞപ്പോഴെന്നറിയോ, അബൂ ഉമാമ എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് എന്നും പള്ളിയിലുണ്ടാവും. അപ്പൊ നബി പലപ്പോഴായി ശ്രദ്ധിച്ചിരുന്നു, എന്താണ് ഇദ്ദേഹം മാത്രം പതിവിൽ നേരത്തെ വന്ന് പള്ളിയുടെ മൂലക്ക് ഇരിക്കാം. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, എന്താണ് അബൂ ഉമാമ, പതിവിൽ നേരത്തെ താങ്കൾ മാത്രമേ പള്ളിയിൽ വന്നിരിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, ഹുമൂമുൻ ലിസമത്തിന്, നബിയെ വല്ലാത്ത മാനസിക പ്രയാസത്തിലാണ് ഞാനുള്ളത്. അപ്പൊ മനസ്സിനൊരു സമാധാന സ്വസ്ഥതയ്ക്ക് വേണ്ടി വന്നിരിക്കാന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി, എന്നാൽ നിനക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം. നീ ജീവിതത്തിൽ അത് പറഞ്ഞാൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നീ അനുഭവിക്കുന്ന എല്ലാ മാനസിക അസ്വസ്ഥതകളിൽ നിന്നും അള്ളാഹ് നിന്നെ മോചിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് വലിയ താല്പര്യമായി. അപ്പൊ നബി പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. ഒരല്പ ദൈർഘ്യമുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ്, അന്ന് മുതൽ ഞാൻ അത് പതിവാക്കി. എന്നിട്ട് എന്ത് തരവാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന മൂലം ഞാൻ അനുഭവിച്ച എല്ലാ മാനസിക പ്രയാസങ്ങളും എന്നെ സുരക്ഷിതനാക്കി മനസ്സിന് ശാന്തിയും സമാധാനം നൽകണം. അത്രയ്ക്കും കരുത്തുണ്ടെന്ന് ഈ പറഞ്ഞ സംഗതിക്ക്. നമ്മൾ വെറുതെ ഒരു പ്രാർത്ഥന, ഒരു ദിക്ർ പറഞ്ഞ് തള്ളിവിടില്ലേ? ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് ഇതൊക്കെ ഏതെങ്കിലും മരുന്ന് കഴിച്ചാൽ കിട്ടുന്ന അത്ര അതിനേക്കാൾ എത്ര ഇരട്ടി എഫക്റ്റാണ് ഈ പ്രാർത്ഥനയ്ക്ക്. പക്ഷെ ഞാൻ ഇന്നതാണ് ചോദിക്കുന്നതെന്നും ഇന്നതാണ് പ്രാർത്ഥിക്കുന്നതും നമുക്ക് ബോധ്യം ഉണ്ടാവണം കേട്ടോ. വൽ ഹസൻ, അല്ലാഹുവേ തളർച്ചയിൽ നിന്ന്. മനസ്സ് തളർന്ന ശരീരം തളരുക, അങ്ങനെയാണ്. ഈ ഡിപ്രഷനൊക്കെ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന്റെ താളം തെറ്റിയ ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടും. ഓട്ടോമാറ്റിക്കായി ശരീരത്തിൽ വേറെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും, ശരീരത്തിന്റെ ഭാരം കുറയും, തടി കുറയും, ആകെപ്പാടെ അസ്വസ്ഥനായി ജീവിതത്തിൽ അയാൾ പിന്നെ ഏകാഗ്രത ഇഷ്ടപ്പെട്ട് അങ്ങനെ അനുഭവിക്കുന്ന എത്ര പേരുണ്ടെന്നറിവോ? പക്ഷെ അത്ര ആളുകൾ ആഗ്രഹിക്കുന്ന സംഗതി എന്താണെന്നറിവോ? അയാളുടെ സങ്കടങ്ങളും വേദനയും കേൾക്കാൻ ഒരു മൂന്നാം കക്ഷി ഇല്ല എന്നുള്ളതാണ്. ഇയാൾക്ക് തുറന്നു പറയണല്ലോ, ഇത് പറഞ്ഞാൽ തീരും. പക്ഷെ ആരോട് പറയും? അങ്ങനെ തുറന്നു പറയാൻ പറ്റിയ ഒരു ആളില്ല എന്നൊരവസ്ഥ ഇന്ന് ലോകത്ത് എല്ലാവരും അനുഭവിക്കുകയാണ്. എൻ്റെ മനസ്സിലുള്ള ഈ വീർപ്പ് മുട്ടിലെ എനിക്ക് വിശ്വാസമുള്ള, ഇത് പറഞ്ഞാൽ പോലും പരിഹരിക്കുന്ന എനിക്ക് ആശാസം ഒരു ആള് വേണ്ടേ? അയാളില്ല എന്ന ഒരു മൂന്നാം ആൾ ഇല്ലെന്ന്. അപ്പോ അതിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്ന, വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, തളർച്ച, ക്ഷീണം, മടി, ആലസ്യം. വഅഊദു ബിക മിൻ ഗലബത്തി ദൈൻ, അല്ലാഹുവേ നിയന്ത്രിക്കാൻ കഴിയാത്ത കടങ്ങൾ, ഒന്നിന് പുറകെ ഒന്നായി കടം. ഒരു കാര്യം പരിഹരിക്കാനാണ് കടം വാങ്ങിയത്, പക്ഷെ അത് അതിനേക്കാൾ വലിയ കടത്തിൽ ചെന്നുകൂടാ. അങ്ങനെ കടത്തിൽപ്പെട്ടാൽ കടം വലിയ നിസ്സാരമായ സംഗതിയാണോ? അല്ല. കടക്കാരന് അങ്ങനെ കടം വീട്ടാൻ കൊടുക്കുന്നത് സ്വതക്കെയാണെന്ന് പഠിപ്പിക്കാൻ കാരണവും അതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന ചേർത്ത് പറയാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. അല്ലാഹുവേ, ജീവിതത്തിലെ പാപങ്ങൾ വരുന്നതിൽ നിന്നും കടങ്ങൾ വരുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ നബിയുടെ ഭാര്യ, നബി അങ്ങെന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഈ പാപങ്ങൾ അങ്ങ് മഅ്സൂമാണല്ലോ, പിന്നെ അങ്ങേക്ക് എങ്ങനെ പാപങ്ങൾ വരും? അപ്പൊ നബി പറയാ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ അങ്ങനെ പാപങ്ങൾ വരും എന്നുള്ള പേടിയാണ് എനിക്കത്. നമുക്ക് പ്രവാചകൻ പാപസുരക്ഷിതനാണ്. പക്ഷെ ആ ഒരു സുരക്ഷിത നബിക്ക് അല്ല കൊടുത്ത പ്രത്യേകത. അത് എല്ലാ പ്രവാചകന്മാർക്കും അങ്ങനെയാണ്. എന്നിട്ട് പോലും നബിക്ക് പേടിയാണ് പാപത്തിലേക്ക് ചെന്ന് പെടുമെന്ന്. നോക്കൂ, നമുക്കങ്ങനെ സുരക്ഷിതത്വം നമുക്ക് ഒരു പ്രശ്നമില്ലല്ലോ, നമുക്കൊരു പേടിയില്ല, നമുക്കെല്ലാം നോർമലാ, ഒരു വിഷയമല്ല. നമ്മളെല്ലാത്തിലും സമീപിക്കുന്നത് അങ്ങനെയാണ്.
അതുകൊണ്ടാണ് നമ്മൾ പാപത്തിലേക്ക്, ഈ തെറ്റിലേക്ക് ചെന്നുപെടാൻ കാരണം ദ്രവം തെറ്റുകളോടുള്ള സമീപനങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നബി ഭയപ്പെട്ടിരുന്നതാണ് വൽ മഗ്റം, അള്ളാഹുവെ കടബാധിതനായി ജീവിക്കുന്ന സാഹചര്യം. അപ്പൊ നബി പറയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ? ഒരാൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ കടം വാങ്ങാൻ അയാൾ കടം ചോദിക്കാൻ വേണ്ടി സംസാരിക്കും, പിന്നെ കളവ് ഇങ്ങനെ പറയേണ്ടി വരും കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അയാൾ കരാർ ചെയ്യും, അത് ലംഘിക്കേണ്ടി വരും. ഒരു മാസം കഴിഞ്ഞിട്ട് തരാന്ന് പറഞ്ഞ് വാങ്ങും, പക്ഷെ ഒരു മാസം അങ്ങനെ കൊടുക്കാൻ കഴിയില്ല, അപ്പൊ കരാർ ലംഘിക്കും. അപ്പൊ എന്റെ തരാത്തെന്ന് വെച്ചാൽ പിന്നെ അതിന് കളവ് പറയേണ്ടി വരും, അത് നീട്ടി പോകും. അപ്പൊ പിന്നെ അയാൾ ഈ കടത്തിന് പുറകെ കടം വാങ്ങിയത് വീട്ടാനുള്ള പ്രയാസവും അതോടൊപ്പം ഈ കളവും ഈ വാഗ്ദത്ത ലംഘനവുമായി ഒന്നിനു പുറകെ കൂടി 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 വലിയ പാപത്തിന്റെ കുഴിയിൽ പോയി ആ മനുഷ്യൻ പതിക്കുന്ന അത്ര ഗൗരവമുണ്ട് കടന്നുള്ളത്. അപ്പൊ നമ്മൾ നിവൃത്തി ഉണ്ടെങ്കിലേ കടം വാങ്ങാവൂ. ജീവിതം ഒന്ന് നമ്മൾ ശരിക്കും ക്രമീകരിച്ചു കഴിഞ്ഞാൽ വലിയ കടങ്ങളൊന്നും ഇല്ലാതെ പോകാനോ. നമ്മുടെയൊക്കെ ഒരു സൂക്ഷ്മതക്കുറവ് കൊണ്ടാണ് പലപ്പോഴായി കടങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അത് നമ്മൾ വളരെ സൂക്ഷിക്കുക എന്നുള്ളത് റസൂലുള്ള അങ്ങനെ സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥി സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടക്കാരനായ മനുഷ്യന് പോലും ഇമാമത്ത് നിന്നിട്ടില്ല. കടക്കാരനാണെങ്കിൽ ഇയാൾക്ക് കടമുണ്ടോ എന്ന് ചോദിച്ചാൽ നബി നിന്നിരുന്നില്ല എന്നർത്ഥം. ആരും ഏക്കടിക്കുന്ന അവസാനം പ്രവാചകനെ ഏറ്റെടുക്കുകയാണ്, ഞാൻ വീട്ടാ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളൊക്കെ മരിച്ച് നമുക്ക് വേണ്ടി നിന്ന ആളുകൾ ജാമ്യക്കാരനായിട്ട് നമ്മൾ മരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ കടം വരുത്തി വെച്ചിട്ട് ബാക്കിയുള്ളവരെയും കൂടി നമസ്കരിപ്പിച്ചിട്ട് നമ്മൾ പരലോകം നമ്മെ കൂടി നിർത്തുകയാണ്. എത്ര ഗുരുതരമാണെന്ന് വെച്ചത്. അപ്പൊ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കടത്തെ കാണണം, അള്ളാഹുവിനോട് കാവൽ ചോദിക്കണം. അള്ളാഹുവെ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്നും. പരീക്ഷകൾ ഉണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ അവിഭാജ്യ ഘടകമാണ്. പരീക്ഷണമില്ലാത്ത ജീവിത സാഹചര്യം വിശ്വാസിക്കില്ല. പരീക്ഷണങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിച്ചാൽ അന്ന് നമ്മൾ അത്ര മൈൻഡ് ചെയ്യണമെന്ന് അർത്ഥം. പരീക്ഷണം എന്തിനാന്നറിയോ? നമ്മളെ ശുദ്ധീകരിക്കാനാണ്, ഒന്നുകൂടി സ്ഫുടം ചെയ്തെടുക്കാനാണ്. നമ്മുടെ ഈമാനും ഇഖ്ലാസും ഒക്കെ അളന്ന് കറക്റ്റ് ആക്കി അള്ളാഹു നമ്മളെ സെലക്ട് ചെയ്യുന്നു എന്നതിന്റെ അടയാളാണ് പരീക്ഷണങ്ങൾ. പക്ഷെ താങ്ങാൻ കഴിയണ്ടേ? നമ്മൾക്ക് മനുഷ്യരാണ്, ദുർബലരാണ്. അള്ളാഹു താങ്ങാൻ കഴിയാത്ത പരീക്ഷണത്തിൽ നിന്നും, ഇല്ലെങ്കിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിന് താങ്ങാൻ കഴിയുന്ന മനസ്സും എനിക്ക് നൽകണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ദൗർഭാഗ്യത്തിന്റെ കുഴിയിലേക്ക് പോയി ചാടുന്നു. അത് വലിയ വിഷയം. ജീവിതത്തിൽ സൗഭാഗ്യമൊക്കെ ലഭിച്ചിട്ടും അതെല്ലാം നഷ്ടപ്പെട്ടു അവസാനം ദൗർഭാഗ്യവനായി ദീനും പോയി, ദുനിയാവും പോയി, കുടുംബവും പോയി, അവസാനം നമ്മളെ കുറിച്ച് എവിടെയെങ്കിലും കിടന്ന് അയാൾ മരണപ്പെട്ടു. എല്ലാം മരിച്ചതിന് ശേഷം ലോഡ്ജിലെ ഉടമയാണ്, ഹോട്ടൽ ആളാണ് വിളിച്ചത്, റൂം തുറന്നപ്പോൾ കണ്ടത് എന്ന രൂപത്തിൽ. അതൊക്കെ ജീവിതത്തിലെ വലിയ ദൗർഭാഗ്യമാണ്. അതൊന്നും സംഭവിക്കൂലാതെ നമുക്ക് പറയാൻ കഴിയുമോ? സംഭവിക്കില്ല എന്ന് ആർക്കെ പറയാൻ കഴിയുമോ? അതിനനുസരിച്ച് ജീവിതം, അതിൽ നിന്ന് കാവൽ ചോദിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഭവിക്കില്ല എന്നൊരു ചെറിയ പ്രതീക്ഷയെങ്കിലും അയാൾ കൊണ്ടു നടക്കാൻ കഴിയുന്നർത്ഥം. അല്ലാഹുവേ, ശത്രുക്കൾ എന്റെ പതനത്തിൽ, എന്റെ നാശത്തിൽ ശത്രുക്ക് സന്തോഷിക്കാൻ നീ വക കൊടുക്കരുന്ന എന്ന് പറഞ്ഞാൽ എന്താ? പല ആളുകളും നമ്മുടെ തകർച്ചയെ ആഗ്രഹിച്ചിരിക്കുക. ആ ശത്രുക്കൾ, നമ്മുടെ എതിരാളികൾ നമ്മുടെ പതനത്തെ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇങ്ങനെ എമ്പാടും ഹദീസുകളുണ്ട്. ഇത് വെറുതെ കേട്ടുപോകേണ്ട ജീവിതത്തിൽ നമ്മൾ ഒരു ദിവസം രാവിലെ ചൊല്ലേണ്ടതുണ്ട്, വൈകുന്നേരം ചൊല്ലേണ്ടത്. നബി അങ്ങനെ ചൊല്ലിയിരുന്നു എന്നാണ്. അപ്പൊ നിങ്ങളിത് പറഞ്ഞെന്താണെന്നറിയോ? ഇത് എങ്ങനെയായാലും നമ്മൾ പഠിച്ച് ഒന്നല്ലെങ്കിൽ ഒരിക്കൽ ഞാനിങ്ങനെ പറയുന്ന സമയത്ത് അയാൾ അന്ന് പറഞ്ഞു കൊടുത്ത ഈ പ്രാർത്ഥന അയാൾ എന്നോട് ഇന്ന് 7 തരണമെന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് ഉപകാരപ്പെടണമെന്ന് വിചാരിച്ച് ഞാൻ അയാൾക്ക് എൻ്റെ ഫോണിന് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പൊ അയാൾ എനിക്കൊരു ഡയറി കാണിച്ചു തരാം, അയാളുടെ ഡയറി. അപ്പൊ അയാളുടെ ഡയറിയിൽ കംപ്ലീറ്റ് പ്രിന്റ് എടുത്ത് അയാളിനെ ഒട്ടിച്ചു വെച്ചേക്കാം. അപ്പൊ അയാൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഓഫീസിൽ പോകുന്ന മുമ്പ് ഇതെല്ലാം ആദ്യം അവസാനം വരെ പ്രാർത്ഥിച്ചിട്ട് ഡയറി മടക്കി വെച്ചിട്ട് പോകുന്നു. നോക്ക്, അയാളുടെ ഒരു സൂക്ഷ്മം നോക്കും. അങ്ങനെ നമ്മൾ ചെയ്യണ്ടേ? അങ്ങനെ നമ്മൾ പലപ്പോഴും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല ദുരിതങ്ങളും എങ്ങനെയാണെന്നറിയാമോ? നമ്മൾ ഒന്നെങ്കിൽ ക്ഷണിച്ചു വരുത്തിയതാണ്. നമുക്കത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു സംരക്ഷണവും അല്ലാഹുവോട് ചോദിച്ചില്ല എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, കാവൽ ചോദിക്കേണ്ട കാര്യത്തിൽ നിന്ന് കൃത്യമായി കാവൽ ചോദിച്ച് അത് രക്ഷ തേടിക്കൊണ്ട് നമ്മൾ ജീവിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ ദൗർഭാഗ്യപര സാഹചര്യം നമുക്ക് സംഭവിക്കും.
പിന്നെ ജീവിതത്തിൽ നമ്മൾ സ്വസ്ഥത നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും, സൗഖ്യം നഷ്ടപ്പെടുന്ന. എന്നിട്ട് ഖുർആൻ ആമുഖമായി ഞാൻ ഓതി വെച്ച ആയത്ത് അല്ലാഹു പറയുന്നത്, ഖുൽ മാ യൗബഉ ബിക്കും റബ്ബി ലൗലാ ദുആക്കും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ്? നിങ്ങൾ എന്നോടൊന്നും ആവശ്യപ്പെടുന്നില്ല, ഒന്നും ചോദിക്കുന്നില്ല, പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളെ പരിഗണിക്കാനാണ്? അള്ളാഹിനോട് വല്ലതൊക്കെ ചോദിക്കണ്ടേ? പഠിച്ചവരെ എനിക്കത് തരണം, എനിക്ക് നിങ്ങൾ തരല്ലേന്ന് ചോദിക്കണ്ടേ? അപ്പൊ നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ തരാനാണെന്നാ? അപ്പൊ അള്ളാഹ് നിങ്ങൾ ചോദിച്ച ഞാൻ തരാന്നല്ല എൻ്റെ അർത്ഥം. അതുകൊണ്ട് നമുക്ക് നിരന്തരമായി അള്ളാഹുനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിതം ക്രമീകരിക്കുവാനും അള്ളാഹുവിന്റെ ദൈവികമായ ഒരു സുരക്ഷിതത്വത്തിന്റെ ഉള്ളിൽ ജീവിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് നിർത്തുകയാണ്. ഒരിക്കൽ സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ഞാൻ പടച്ചവനോട് ഒരു കാര്യം ചോദിക്കാൻ പോവാം. അങ്ങനെ ഞാൻ ഒരുപാട് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ചോദിക്കാം. അത് എന്തായിരിക്കണം ഞാൻ ചോദിക്കേണ്ടത്? എൻ്റെ ഒരു ആഗ്രഹമാണ്. അങ്ങ് പറയുന്ന കാര്യം ഞാൻ ചോദിക്കും അള്ളാഹിനോട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു സംഗതി എന്താ? അല്ലാഹുമ്മ അസ്അലുക ഖൽബൻ ഷാക്കിറൻ, ഒന്ന് നന്ദിയുള്ള ഒരു ഹൃദയത്തെ എനിക്ക് നൽകണമെന്ന് നീ പ്രാർത്ഥിക്കുക. എന്താ പറഞ്ഞോ? അല്ലാഹു സുബ്ഹാനഹു തആല നന്ദികേട് ഉള്ള ഒരു സൃഷ്ടിയെ പരിചയപ്പെടുത്തിയത് മനുഷ്യനെ മാത്രമേ ഉള്ളൂ. എവിടെയും പറ്റൂ. നന്ദികേട് എന്നത് ജീവിതത്തിൽ ഉള്ള ഒരേ ഒരു സൃഷ്ടി അത് മനുഷ്യൻ മാത്രമാണ്. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂൻ എന്നാണ്. തീർച്ചയായും മനുഷ്യൻ തന്റെ റബ്ബിനോട് നന്ദി കെട്ടവരാണെന്നാണ്. ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടത് നമ്മളാണ്. ബാക്കി എല്ലാ ഒരു സൃഷ്ടിയെ കുറിച്ചും അല്ലാഹു അവർ നന്ദികേട് കാണിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യൻ പരസ്പരം കാണിക്കുന്ന നന്ദികേട് എത്രയായിരിക്കും? അപ്പോ നന്ദി കാണിക്കാൻ സൃഷ്ടാവിനോടും സഹജീവികളോടും നന്ദി കാണിക്കാനുള്ള ഒരു ഹൃദയം, ഒരു മനസ്സ് നീ ചോദിക്കുക. അത് വലിയ കാര്യമല്ല. ഇബ്രാഹിം നബിയെ കുറിച്ച് അവർ പറഞ്ഞത് ഇന്നഹു കാന അബ്ദൻ ശകൂറ. ഇബ്രാഹിം നന്ദിയുള്ള ഒരു അടിമയാണ്. എന്തനുഗ്രഹം കിട്ടിയിട്ടാ അല്ല പറഞ്ഞത്? പരീക്ഷണങ്ങളാണ് മൊത്തത്തില്. എന്നിട്ട് അല്ല പറഞ്ഞു നന്ദിയുള്ള അടിമയാട്ടോ ഇബ്രാഹിം. രണ്ട് പറഞ്ഞു ലിസാനൻ ദാക്കിറൻ. സൗബാനെ, നീ എന്ത് ചെയ്യണമെന്നോ? അള്ളാഹുവിനെ സ്മരിക്കുന്ന നാവ് എന്ന് പറഞ്ഞാൽ എൻ്റെ നാവ് പടച്ചവരെ കുറിച്ച് സംസാരിക്കുന്ന നാവാക്കി മാറ്റുന്ന ദിക്റുകളൊക്കെ അതിൽപ്പെടും. നമ്മുടെ നാവിനോട് നല്ലത് വരണം. ഈ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹിന്റെ കലാം പറയുന്ന നാവ് അനാവശ്യമായ സംസാരങ്ങളൊക്കെ നടത്തി നാവിനെ ദുഷിപ്പിക്കണം. മൂന്നാമത് പറഞ്ഞു അംറിൽ ആഖിറ. നിന്റെ പരലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യ, അത് നീ അള്ളാഹിനോട് ചോദിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത പങ്കാളിയാണ്. നമ്മുടെ നിഴല് പോലെ നമുക്ക് സപ്പോർട്ടായി നിൽക്കുന്നത്. ഭാര്യ നമ്മുടെ പരലോകത്തിന് വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യണം. ഇഹലോകത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമുക്ക് നല്ല വിശ്വാസമാണ്. പക്ഷെ നമ്മുടെ പരലോകത്തിന് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു തെറ്റ് കാണുമ്പോഴേക്കും നമ്മളെ തിരുത്തണമായിരിക്കണം നമ്മുടെ ഭാര്യ. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. അതങ്ങനെ, അത് വേണ്ട, നമുക്കത് വേണ്ട, ഇങ്ങനെ ചെയ്യണം. അപ്പൊ നമ്മുടെ ദീനീ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹം. അത് മൂന്ന് നീ ചോദിക്കണം സൗബാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചോദിക്കാറുണ്ട്. ഇതൊക്കെ പറഞ്ഞൊക്കെ ഇനി എമ്പാടുണ്ട് ചോദിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇത് പലപ്പോഴും നമുക്ക് ലഭിക്കാത്തത് നമ്മൾ ആവശ്യപ്പെടാത്തതുകൊണ്ട് ലഭിക്കാതെ പോയ സംഗതിയിൽ ഒരുപാടുണ്ടാവും. പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ അതിൽ നിന്ന് കാവൽ ചോദിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ നിരന്തരമായി അള്ളാഹുവോട് ആവശ്യപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാക്കുക. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാക്കുക. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗികളുണ്ട്, ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്ന സഹോദരന്മാർ, അള്ളാഹു അവർക്ക് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാക്കുക. മരണപ്പെട്ടു പോയ ആളുകൾക്ക് ദുആ കൊണ്ട് വസിയത്തുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാക്കുക. ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാക്കുക. ലോകത്ത് ശാന്തിയും സമാധാനം സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാക്കുക.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا للكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.